ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി. സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ, പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, നിങ്ങളുടെ മനസ്സിലുണ്ടോ? മാക്സിലുണ്ട്. മാക്സ് വെഡിംഗ് സെന്റർ, ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് പ്രവർത്തിക്കുന്ന ജനസേവാ സമിതി എന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പാസ്സായ മുഴുവൻ വിദ്യാർത്ഥികളെയും ആദരിച്ചു. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി കണ്ണൻ നമ്പ്യാർ ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഈ മൊബൈൽ ഇന്ത്യയിൽ എത്തിച്ച ആളെ കുറിച്ച് അറിയാം? എത്ര പേർക്കറിയാം? ഇന്ത്യയിൽ മൊബൈൽ കൊണ്ടുവന്നത് എത്ര പേർക്കറിയാം? ഒന്ന് പറഞ്ഞേ. അതൊന്ന് കൈവയ്ക്കേ, ഒന്ന് കൈവയ്ക്കേ. നിങ്ങൾ പഠിച്ചു വെച്ചോ, ഇന്ത്യയുടെ ഡിജിറ്റൽ ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീ രാജീവ് ഗാന്ധിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന, ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായ ശ്രീ രാജീവ് ഗാന്ധിയാണ് സാം പിത്രോദ എന്ന് പറയുന്ന ടെക്നോളജി, ഈ മൊബൈൽ ടെക്നോളജി ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത സാം പിത്രോദയാണ് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്, മൊബൈൽ വികസിപ്പിച്ചെടുക്കുന്നത്. ജനസേവാ സമിതി പ്രസിഡന്റ് PA രാജൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടി 14-ാം വാർഡ് പ്രസിഡന്റ് PS സുലൈമാൻ, അമ്പലപ്പാട്ട് മണികണ്ഠൻ, കുന്നംകുളം KSU നിയോജക മണ്ഡലം പ്രസിഡന്റ് അക്ഷയ്, എരുമപ്പെട്ടി KSU മണ്ഡലം പ്രസിഡന്റ് ഷിയാസ്, സതീഷ് ഇടമന തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ വാർഡ് മെമ്പറുമായ R രാമൻകുട്ടിയെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. എല്ലാ വിഷയത്തിലും A+ കിട്ടിയ മുഴുവൻ കുട്ടികൾക്കും ക്യാഷ് അവാർഡ് നൽകി. MS നാരായണൻ, OA തോമസ്, VT സൈമൺ, VT ജോൺസൺ, PK സുമേഷ്, KC ഗണേശൻ, EK മോഹനൻ, CD ബാബൂട്ടൻ, PA പ്രിൻസൻ, KM കുഞ്ഞുമുഹമ്മദ്, AD സുധീൻ, MS സുധീഷ് എന്നിവർ നേതൃത്വം നൽകി. VCV ന്യൂസ്, എരുമപ്പെട്ടി. You are watching VCV News.